പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിലെ സംഭവങ്ങളോട്, ലോകത്തിൻ്റെ പ്രശ്നങ്ങളോട് പ്രതികരിക്കുക സ്വാഭാവികമായിരുന്നു. തൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സീറോ മലബാർ സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ നിലപാട് അത് എന്താണെന്ന്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ എന്തായിരുന്നുവെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ എനിക്ക് ചില അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാർപ്പാപ്പായുമായി നടത്തിയ ഏതാനും കൂടിക്കാഴ്ചകളിലാണ്. അത് 1-2 പ്രാവശ്യം സീറോ മലബാർ സഭയുടെ സ്ഥിരം സിനഡ് അംഗങ്ങളെന്ന നിലയിൽ ഞങ്ങൾ മാർപ്പാപ്പയെ കണ്ട അവസരത്തിൽ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഒരു പ്രാവശ്യം പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പുമായിട്ട് പോയ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഒന്ന്, നമ്മുടെ ഗൾഫിലെ സീറോ മലബാർ വിശ്വാസികളുടെ അജപാലന കാര്യങ്ങളാണ്. ഗൾഫിൽ ലക്ഷക്കണക്കിന് സീറോ മലബാർ വിശ്വാസികൾ ഉണ്ട് എന്നുള്ള കാര്യം മാർപ്പാപ്പയ്ക്ക് അറിയാമായിരുന്നു. ഇതുവരെയും അവിടുത്തെ അജപാലന ശുശ്രൂഷകളിൽ, ഈ സീറോ മലബാർ വിശ്വാസികളുടെ അജപാലനപരമായ ആവശ്യങ്ങളിൽ നേരിട്ട് ഇടപെടുവാനോ അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാനോ സീറോ മലബാർ സഭയ്ക്ക് സാധിച്ചിരുന്നില്ല. സിനഡിനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഈ കാര്യം പരാമർശിച്ചപ്പോൾ, മേജർ ആർച്ച് ബിഷപ്പ് ഈ കാര്യം പരാമർശിച്ചപ്പോൾ മാർപ്പാപ്പ പെട്ടെന്ന് തന്നെ അതിനോട് പ്രതികരിക്കുകയുണ്ടായി. അതായത് അവിടെ സീറോ മലബാർ സഭയ്ക്ക് അജപാലനാധികാരം ലഭിക്കണം, ഞാൻ നൽകുകയാണ് എന്ന രീതിയിൽ മാർപ്പാപ്പ പ്രതികരിക്കുകയുണ്ടായി. അങ്ങനെ പ്രവാസികളായിരിക്കുന്ന സീറോ മലബാർ സഭ അംഗങ്ങൾക്ക് ഉചിതമായ അജപാലന ശുശ്രൂഷ ലഭിക്കുവാൻ വളരെയധികം ആഗ്രഹിച്ച മാർപ്പാപ്പ, അതിനുവേണ്ടി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാൻ ആഗ്രഹിച്ച ഒരു മാർപ്പാപ്പയായിരുന്നു. അത് വളരെ ആത്മാർത്ഥതയോടുകൂടെ മാർപ്പാപ്പ പങ്കുവയ്ക്കുകയും ചെയ്തു. സ്ഥിരം സിനഡംഗങ്ങളുമായിട്ട് മാത്രം ചർച്ച ചെയ്തപ്പോഴും അതിനുശേഷം ഒരു സീറോ മലബാർ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ അത് ചർച്ച ചെയ്തപ്പോഴും മാർപ്പാപ്പ ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയും അത് രേഖാമൂലം നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സീറോ മലബാർ സഭ നേരിടുന്ന വലിയൊരു പ്രശ്നം ആരാധനാക്രമ സംബന്ധമായ പ്രശ്നമാണല്ലോ. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ അർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേക്കുറിച്ചും മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അവരെ അതനുസരിക്കണം, സിനഡിൻ്റെ തീരുമാനം അനുസരിക്കണം. അത് മാർപ്പാപ്പ അംഗീകരിച്ചിരിക്കുന്ന തീരുമാനമാണ്. അംഗീകരണ കുർബാന അർപ്പണ രീതി അത് എല്ലാവരും അനുസരിക്കണം, നിശ്ചിത കാലാവധിക്കുള്ളിൽ അത് നടപ്പിലാക്കണം. ഇതൊക്കെ മാർപ്പാപ്പ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് സംബന്ധിച്ച് വാസ്തവത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഒരു മാർപ്പാപ്പ ചെയ്യാത്ത തരത്തിൽ മാർപ്പാപ്പ ഇടപെടുകയും ചെയ്തു. വ്യക്തിപരമായിട്ട് മാർപ്പാപ്പ ഇടപെട്ടു. അങ്ങനെ സിനഡിൻ്റെ തീരുമാനം നടപ്പിലാക്കുവാനുള്ള നിർദ്ദേശം മാർപ്പാപ്പ നൽകുകയുണ്ടായി. ഈ തീരുമാനത്തോട് മറുതലിച്ച് നിൽക്കുന്ന രൂപതയുടെ അധികാരികൾക്കും അവിടുത്തെ വൈദികർക്കും സമർപ്പിതർക്കും അൽമായർക്കും ഒക്കെ മാർപ്പാപ്പ കത്തെഴുതി അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇത് അനുസരിക്കണം, ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിതൃസഹജമായ വാത്സല്യത്തോടെ മാർപ്പാപ്പ ഉപദേശിക്കുകയും ചെയ്തു. പിന്നീട് വീഡിയോയിലൂടെ മാർപ്പാപ്പ സംസാരിച്ചു. ഇങ്ങനെയൊക്കെ മാർപ്പാപ്പയുടെ ആ ഹിതം എന്താണ് എന്ന്, ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാപ്പായെയാണ് നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ കാണാൻ സാധിക്കുന്നത്. എങ്കിലും നമുക്കറിയാം അത് ഇനിയും സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമായിട്ട് അവശേഷിക്കുകയാണല്ലോ. മാർപ്പാപ്പ പറയുണ്ടായി, സഭയെ അനുസരിക്കാത്തവർ സഭയ്ക്ക് പുറത്ത് എന്നുള്ള അവസ്ഥയിലാണ് കഴിയുന്നത്, അവരെ ഒരു ശീസ്മയിൽ കഴിയുന്നത് പോലെയാണ് എന്നൊക്കെ മാർപ്പാപ്പ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ മാർപ്പാപ്പ സഭയുടെ ആരാധനക്രമ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങോട്ട് സംസാരിക്കുകയുണ്ടായി. ആ സഭയുടെ കുർബാനക്രമം അതൊക്കെ പരിഹരിക്കപ്പെടണം എന്ന രീതിയിൽ മാർപ്പാപ്പ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ, ഇത് സഭയുടെ പൊതുവായൊരു പ്രശ്നമാണ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു രൂപതയിലെ ഏതാനും ചിലരുടെ ഒരു നേതൃത്വത്തിൽ, ഒരു സ്വാധീനത്തിൽ ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എല്ലാവരും ഒന്നും അതിനോട് യോജിക്കുന്നില്ല. ബഹുഭൂരിപക്ഷം ആൾക്കാരും, പ്രത്യേകിച്ച് 35 രൂപതകളിൽ 34 ഇതിനെ അംഗീകരിക്കുകയും ഒരു രൂപതയിൽ മാത്രം ഏതാനും പേരുടെ ഒരു വിഘടന
നിലപാടിലൂടെ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മാർപ്പാപ്പ എടുത്തു പറയുകയുണ്ടായി. ശരിയാണ്, ഒരു ബിഷപ്പ് എൻ്റെ അടുത്ത് വന്ന് ഇതേപ്പറ്റി സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ച് ചെന്ന് മാർപ്പാപ്പ അനുവദിച്ചിട്ടാണ് ആ രൂപതയ്ക്ക് ഏകീകരണ കുർബാന രീതി നടപ്പിലാക്കുന്നതിൽ നിന്ന് ഒഴിവ് കൊടുക്കുന്നത് എന്ന രീതിയിൽ അവിടെ അത് വ്യാഖ്യാനിച്ചു. അങ്ങനെ ഞാൻ പറയാത്ത കാര്യങ്ങൾ, ഞാൻ അനുവദിക്കാത്ത കാര്യങ്ങൾ ഞാൻ അനുവദിച്ചിട്ടാണ് ഒഴിവ് നൽകുന്നത് എന്ന രീതിയിൽ അത് വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അമർഷത്തോടുകൂടി തന്നെ, ധാർമ്മിക രോഷത്തോടുകൂടി തന്നെ മാർപ്പാപ്പ അത് സംസാരിക്കുകയുണ്ടായി. മാർപ്പാപ്പയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് മാർപ്പാപ്പയെ വളരെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. താൻ ആഗ്രഹിക്കാത്ത, താൻ പറയാത്ത, താൻ നിർദ്ദേശിക്കാത്ത ഒരു കാര്യങ്ങൾ താൻ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിവ് കൊടുത്തത് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചത് മാർപ്പാപ്പയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതൊരു വിശ്വാസവഞ്ചന എന്ന നിലയിൽ മാർപ്പാപ്പ കാണുകയാണ്. ഇത് പല പ്രാവശ്യം പലരോടും മാർപ്പാപ്പ പറഞ്ഞതായിട്ട് എനിക്കറിയാം. ഇത് മാർപ്പാപ്പയുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിന്നിരുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സഭയുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന് മാർപ്പാപ്പ ഏറെ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് മറ്റാരും ചെയ്യാത്ത രീതിയിൽ മാർപ്പാപ്പ ഇടപെട്ടത്. ഒരു രൂപതയുടെ ഒരു പ്രത്യേക ഒരു പ്രശ്നത്തിൽ ഇതുപോലെ വ്യക്തിപരമായിട്ട് ഇടപെടുകയും നിർദ്ദേശങ്ങൾ നൽകുകയും അതും ആവർത്തിച്ച് ആവശ്യപ്പെടുകയും പ്രായോഗികമായ നടപടികൾ എടുക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്ത ചരിത്രം വേറെ ഇല്ല. എന്നിട്ടും അത് അനുസരിക്കാതെ പോകുകയെന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഒരു വേദനാജനകമായ ഒരു സംഭവമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതിന് പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത് മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട്, ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യം, മാർപ്പാപ്പയ്ക്ക് അധികാരമുള്ള, മാർപ്പാപ്പയ്ക്ക് പഠിപ്പിക്കാനും നിർദ്ദേശിക്കാനും അധികാരമുള്ള ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അതും പാലിക്കപ്പെടാതെ പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു രൂപതയിൽ ഏതാനും പേരുടെ മാത്രം പ്രത്യേകമായ പിടിവാശിയുടെ പേരിലോ മറ്റേതെങ്കിലും കാരണങ്ങളാലോ ഉണ്ടായിട്ടുള്ളൊരു കാര്യം സഭയെ മുഴുവൻ ബാധിക്കുന്ന രീതിയിൽ ഇപ്രകാരം ആയി തീർന്നു എന്നുള്ളത് വാസ്തവത്തിൽ വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. മാർപ്പാപ്പയ്ക്കും അതേപ്പറ്റി വേദനയുണ്ടായിരുന്നു. മാർപ്പാപ്പ ഈ സഭയുടെ നന്മകളെ അറിയുന്ന ആളാണ്. ഈ സഭയുടെ സാധ്യതകളെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ള ആളാണ്. ഇത് ഈ സഭയുടെ പ്രേക്ഷിത സാധ്യതകളെക്കുറിച്ച് മാർപ്പാപ്പയ്ക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നല്ല ദൈവവിളികളുടെ കാര്യമൊക്കെ മാർപ്പാപ്പയ്ക്ക് അറിയാം. അതൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണമെന്ന്, അങ്ങനെ ആഗോള സഭയിൽ തന്നെ ഈ സഭയുടെ ആ ഒരു സാന്നിധ്യവും പ്രവർത്തനങ്ങളും സേവനങ്ങളും കൂടുതൽ ലഭിക്കണമെന്നൊക്കെ മാർപ്പാപ്പ ആഗ്രഹിക്കുന്നുണ്ട്. ആ തരത്തിൽ ഈ സഭയെ വളർത്തുവാനും ശക്തിപ്പെടുത്തുവാനും ഒക്കെ മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിന് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും മാർപ്പാപ്പയുടെ ആ ഒരു നല്ല ആഗ്രഹവും ഈ സഭയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതനുസരിച്ച് കാര്യങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.